ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്ക് സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ലൈവ് ഇൻ്റർനെറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് രാവിലെ നമ്മൾ മഹാഭാരതത്തിൽ ആദ്യത്തെ ദിവസത്തെ യുദ്ധത്തെക്കുറിച്ചാണ് പഠിച്ചത്. അതിനുശേഷം രണ്ടുപേരും പാണ്ഡവരും കൗരവരും ശിബിരത്തിൽ ചർച്ച ചെയ്യുകയാണ്. അന്ന് നടന്ന യുദ്ധത്തെക്കുറിച്ച് അവർ തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എന്താണ് അവർ ചർച്ച ചെയ്യുന്നതെന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മह्यं ദദാതി സ്വപദം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ. ശ്രീവാസവാനവീ ദേവി ദൈതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാന ദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനിക ഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമൈസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വിസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വംശാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സരദോപങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാംഭോജോ രാധാമദനമോഹനോ ദിവ്യത് വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ. ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമന്നാസരസാരംഭി വംശീവരത്തടസ്ഥിതാകർഷൺ വേണുസ്മനേർഗോപീർഗോപീനാഥ ശ്രീസ്തുന. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ആദ്യം ദിവസം യുദ്ധത്തിൽ നടന്ന കാര്യങ്ങൾ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ധൃതരാഷ്ട്രർ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം ഭീഷ്മരുടെ അസാമാന്യ ശക്തി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡവ സൈന്യത്തിൽ നിന്നും 2 പ്രധാന യോദ്ധാക്കളാണ് മരിച്ചു വീണിരിക്കുന്നത്. അതുകൊണ്ട് ധൃതരാഷ്ട്രർ ചിന്തിച്ചു, തീർച്ചയായിട്ടും വിധി നമുക്ക് അനുകൂലമായിരിക്കും. ഭീഷ്മരെ യുദ്ധത്തിൽ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ധൃതരാഷ്ട്രർ ചിന്തിക്കുകയാണ്. എന്നിട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, നിന്റെ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നു. ഭീഷ്മർ എപ്പോഴും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കാറുള്ളത്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശക്തി ഒട്ടും കുറയ്ക്കത്തില്ല യുദ്ധത്തിൽ. പക്ഷെ അതേ സമയത്ത് പാണ്ഡവരോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരിക്കലും നാണക്കേട് തോന്നുന്നില്ല എന്ന് ധൃതരാഷ്ട്രർ പറയുകയാണ്. എന്നിട്ട് ധൃതരാഷ്ട്രർ തന്നെ പറയുന്നു, ഇത് ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നുന്നു. കാരണം ഇത്രയൊക്കെ ആയിട്ടും പാണ്ഡവരോട് ചെയ്ത ഈ അനീതി അധർമ്മത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും എനിക്കൊരു തെറ്റായിട്ട് അത് തോന്നുന്നില്ല എന്ന് ധൃതരാഷ്ട്രർ പറയുകയാണ്. കുറച്ചു നേരം ധൃതരാഷ്ട്രർ ശാന്തനായിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ആദ്യത്തെ ദിവസം വിജയിച്ചു എന്ന് കേട്ടാലും ഈ യുദ്ധത്തിന് ഒരു തീരുമാനമെടുത്തത് എൻ്റെ മകൻ്റെ മണ്ടത്തരം തന്നെയാണ് സഞ്ജയ. കാരണം യുദ്ധത്തിലൂടെ ആർക്ക് എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത്? എൻ്റെ മക്കളൊഴികെ, എൻ്റെ മക്കൾക്ക് കൂട്ടുന്ന അധർമ്മികൾ ഒഴികെ വേറെ ആരും ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറല്ലായിരുന്നു. ധൃതരാഷ്ട്രയുടെ മനസ്സെപ്പോഴും മക്കൾക്ക് വേണ്ടിയുള്ള ജയത്തിനുള്ള പ്രതീക്ഷ, അതുകൂടാതെ കൗരവർ സൈന്യത്തിന് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത മരണം, അകറ്റി നിർത്താൻ പറ്റാത്ത മരണം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മക്കൾ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ, അതേ സമയത്ത് കൗരവർ എല്ലാവരും തീരുമോ, അത് രണ്ടിൻ്റെയും ഇടയിൽ ധൃതരാഷ്ട്രയുടെ മനസ്സെപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടേയിരുന്നു. ചില സമയത്ത് പാണ്ഡവരുടെ ശക്തിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചുമൊക്കെ ചിന്തിച്ച് വിഷമത്തിലാകാറുണ്ടായിരുന്നു, ആശങ്കയിലാകാറുണ്ടായിരുന്നു ധൃതരാഷ്ട്രർ. പിന്നെ ഒരാളെ കുറിച്ച് ധൃതരാഷ്ട്രർ എപ്പോഴും വളരെയധികം ഭയത്തോടു കൂടിയാണ് നോക്കുന്നത്. അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇന്ന് ആദ്യത്തെ ദിവസത്തെ യുദ്ധം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനം ലഭിച്ചതാണെന്ന് ധൃതരാഷ്ട്രർ ചിന്തിക്കുന്നു. പക്ഷേ അർജുനൻ ഇതുവരെ അർജുനൻ്റെ സാഹസികത കാണിച്ചിട്ടില്ല. ഭീമൻ്റെ ബലം കാണിച്ചിട്ടില്ല. അതേപോലെ തന്നെ മറ്റ് പാണ്ഡവ യോദ്ധാക്കളും ഇതുവരെ അവരവരുടെ ബലം കാണിച്ചിട്ടില്ല. ഈ യുദ്ധത്തിനൊരു തീരുമാനമാകുന്നതിന് മുമ്പേ എന്തായാലും ഒരുപാട് യോദ്ധാക്കൾ മരിക്കേണ്ടി വരും, അതിലൊരു സംശയമില്ല. എൻ്റെ മക്കൾ ഇതിൽ എങ്ങനെ രക്ഷപ്പെടും എന്ന് ഭീഷ്മരിങ്ങനെ ധൃതരാഷ്ട്രർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ധൃതരാഷ്ട്രരെ ചാമരം വീശിക്കൊണ്ടിരുന്ന അവരോട് പോകാൻ പറഞ്ഞിട്ട് ധൃതരാഷ്ട്രർ തലയിൽ കൈയും വെച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് സഞ്ജയനോട് പറഞ്ഞു, വിജയം തീർച്ചയായിട്ടും ധർമ്മമുള്ള പക്ഷത്തെ ഉണ്ടാവും സഞ്ജയ. പക്ഷേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും അധർമ്മം, ഇപ്പോഴും ധർമ്മം തീരെ ഇല്ലെന്ന് പറയാൻ കഴിയുമോ? ഈ ഒരു സിംഹാസനം യഥാർത്ഥത്തിൽ എനിക്ക് അർഹതപ്പെട്ടതല്ലേ? അതുകൊണ്ട് തന്നെ ദുര്യോധന് തന്നെയല്ല ഇത് അർഹതപ്പെട്ടത്. യുധിഷ്ഠിരനെക്കാട്ടിയും കൂടുതൽ ഇതിലുള്ള അർഹത എൻ്റെ മകനായ ദുര്യോധനല്ലേ? സഞ്ജയൻ തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം എത്രയോ പ്രാവശ്യം ഇത് രാജാവിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിരിക്കുന്നു, ഇതിലിരിക്കേണ്ട അർഹത പാണ്ഡുപുത്രനായ യുധിഷ്ഠിരന് തന്നെയാണ്. ധൃതരാഷ്ട്രർ ജനിച്ചപ്പോഴേ അന്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കാൻ യോഗ്യനല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാണ്ഡുപുത്രന്മാർ തന്നെയാണ്
ഇതിലിരിക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ള വ്യക്തികൾ. ഏറ്റവും കുറഞ്ഞ പക്ഷം പകുതി രാജ്യമെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? ധൃതരാഷ്ട്ര എപ്പോഴും സ്വന്തം അന്ധതയെ ശപിച്ചുകൊണ്ടേയിരുന്നു. അത് ഏറ്റവും വലിയൊരു നിർഭാഗ്യമായിട്ടാണ് അദ്ദേഹം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടത്. സഞ്ജയൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് അറിയാം, ഇതെല്ലാം ഭഗവാന്റെ തന്നെ ഒരു തീരുമാനമാണ്. കാരണം പാണ്ഡവരുടെ കാരുണ്യം, ധാർമ്മികത, ഇത് അതുല്യമാണ്. വേറെ ആർക്കും ഇത്രത്തോളം ധാർമ്മികത കാണാൻ കഴിയില്ല. എല്ലാം കൊണ്ടും ദുര്യോധനാദികളെ കാട്ടിയും എന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമ ഭരണാധികാരികൾ പാണ്ഡവർ തന്നെയാണ് എന്നതിൽ ഒരു സംശയമില്ല. അങ്ങനെ ഉള്ളിലുള്ള ആ ഒരു സംഘർഷത്തെ നിയന്ത്രിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കൾ പാണ്ഡവരോട് ചെയ്ത ആ ക്രൂരത ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് അവരുടെ പതിവ്രതയായ ഭാര്യയോട്. അതെല്ലാം ആ അനീതിയും അധർമ്മത്തിൻ്റെയും പരിണിത ഫലങ്ങൾ തീർച്ചയായിട്ടും യുദ്ധത്തിൽ എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടി വരും. ദുര്യോധനാൽ ചെയ്ത് അവർക്കെതിരെ നടന്ന ദ്രോഹങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പകലും രാത്രിയും ഒരു സമാധാനം കിട്ടുന്നില്ല. ധൃതരാഷ്ട്രയുടെ പാദത്തിൻ്റെ ഭാഗത്തായിരുന്നു സഞ്ജയൻ ഇരിക്കുന്നത്. വളരെ തുറന്ന് തന്നെ സഞ്ജയൻ പറഞ്ഞു, സ്നേഹത്തോടെ കാരുണ്യത്തോടു കൂടി പറഞ്ഞു, ധൃതരാഷ്ട്രരെ, അങ്ങ് തന്നെയാണ് അങ്ങയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. അങ്ങയുടെ മകനെ മാത്രം എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നു? വെള്ളമെല്ലാം പുറത്തായതിനു ശേഷം, വെള്ളപ്പൊക്കം വന്നതിന് ശേഷം ഒരു ഡാം ഉണ്ടാക്കുന്ന പോലെയാണ് അങ്ങിപ്പോൾ ചെയ്യുന്നത്. ഞാൻ എന്തായാലും കുരുക്ഷേത്രത്തിൽ നടക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങേക്ക് എന്തായാലും ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും എന്നൊക്കെ സഞ്ജയൻ പറയുകയാണ്. ധൃതരാഷ്ട്രർ ഒന്നും മിണ്ടാതെ ശാന്തനായിട്ട് സഞ്ജയൻ പറയുന്ന കേൾക്കുകയാണ്. ആദ്യത്തെ ദിവസത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ ഒരു ചർച്ചയ്ക്കായിട്ട് എല്ലാവരും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിൽ. ഭഗവാൻ തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഗോവിന്ദ, ഭീഷ്മരെ കണ്ടില്ലേ? വലിയൊരു കാട്ടുതീയെ പോലെയാണ് ഭീഷ്മർ പാണ്ഡവ സൈന്യത്തിനെതിരെ വരുന്നത്. നമുക്ക് ഭീഷ്മർക്കെതിരെ നോക്കാൻ പോലും ശക്തിയില്ല. ആള് ദിവ്യാസ്ത്രങ്ങൾ അയക്കുമ്പോൾ, ആള് യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ പടയാളികളും യോദ്ധാക്കളും എല്ലാവരും എല്ലാ ദിശകളിലേക്ക് ഓടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് ചിലപ്പോൾ വരുണദേവനെയും വായുദേവനെയും എല്ലാം തോൽപ്പിക്കാൻ കഴിയും, യമരാജനെ വരെ തോൽപ്പിക്കാൻ കഴിയും. പക്ഷെ ഭീഷ്മരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുധിഷ്ഠിരൻ ഒരുപാട് വിഷമത്തോടുകൂടി പറയുന്നു, കേശവ, ഭീഷ്മർ നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുമ്പോൾ വനവാസത്തിന് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ക്ഷത്രിയരെ വെറുതെ ഹോമിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ഒരു സാമ്രാജ്യത്തിന് വേണ്ടി മാത്രം ഇവരെയൊക്കെ ബലിയാടാക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ സഹോദരങ്ങളെ നോക്കൂ, അവരെല്ലാം മുറിവേറ്റി നിൽക്കുന്ന കണ്ടില്ലേ കേശവ? അതുകൂടാതെ അവർക്ക് സന്തോഷവും നഷ്ടപ്പെട്ടിരിക്കുന്നു, സമ്പത്തും നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അവരെന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അവരിങ്ങനെ ദുരിതം അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അതുകൊണ്ട് എൻ്റെ ഒരു തീരുമാനം, ഇനിയുള്ള കാലം ഞാൻ തപസ്വിയായിട്ട് കാട്ടിൽ താമസിക്കാം. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ ആ വിഷമമാണ് പറയുന്നതെന്ന് ഭഗവാന് മനസ്സിലായി. ഭഗവാൻ അറിയായിരുന്നു യുധിഷ്ഠിരൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ യുധിഷ്ഠിരൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. പക്ഷേ യുധിഷ്ഠിരൻ്റെ ആ വിഷമമാണ് ഇങ്ങനെ വാക്കുകളിലൂടെ പറയുന്നതെന്ന് ഭഗവാന് മനസ്സിലായി. കാരണം ആദ്യത്തെ ദിവസം പാണ്ഡവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യവും നടന്നില്ല. അതിൻ്റെ വിഷമത്തിലാണ് യുധിഷ്ഠിരൻ. പ്രത്യേകിച്ച് ഭീഷ്മരുടെ ആ ഒരു നാശനഷ്ടങ്ങൾ, ഭീഷ്മരുണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അതുകൊണ്ട് ഈ യുദ്ധം ജയിക്കുക എന്നത് എളുപ്പമല്ല എന്ന്
യുധിഷ്ഠിരന് മനസ്സിലായി. യുധിഷ്ഠിരൻ പറഞ്ഞു, അർജുനാണെങ്കിൽ വെറും ഒരു കാഴ്ചക്കാരനെ പോലെ യുദ്ധം നോക്കി നിൽക്കുകയാണ്. ഭീഷ്മർക്ക് മാത്രമേ ക്ഷത്രിയധർമ്മം ഓർമ്മയുള്ളൂ. ഉറച്ച തീരുമാനത്തോടു കൂടി യുദ്ധം ചെയ്യുകയാണ്. പിന്നെന്താ കൃഷ്ണ അങ്ങയുടെ കൂട്ടുകാരനായ അർജുനൻ ഭീഷ്മരെ ഒന്നും ചെയ്യാത്തത്? ഭീഷ്മര് നമ്മുടെ പടയാളികളെയും യോദ്ധാക്കളെയും എല്ലാം കൊല്ലുന്നത് അർജുൻ നോക്കി നിൽക്കുകയാണ്. ആർക്കാണ് ഭീഷ്മരെ തടയാൻ കഴിയുക? നമുക്ക് എന്തെങ്കിലും ഇതിനൊരു ഉപായം കണ്ടെത്തിയേ പറ്റൂ. അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ സൈന്യത്തെ എല്ലാവരെയും നശിപ്പിക്കും. അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയൂ കൃഷ്ണ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ തലകുനിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, ഭരതശ്രേഷ്ഠ, നീ ഇങ്ങനെ വിഷമിക്കാതെ. നിന്റെ ചുറ്റും ഒരുപാട് യോദ്ധാക്കളുണ്ട്, ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കളുണ്ട്. അങ്ങയ്ക്ക് വേണ്ടി സർവ്വതും ത്യജിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞാനും അങ്ങയുടെ കൂട്ടത്തിലുണ്ട്. അങ്ങയുടെ സഹോദരങ്ങളുമുണ്ട്. ദ്രുപദനുണ്ട്, വിരാടനുണ്ട്, ദൃഷ്ടദ്യുമ്നുണ്ട്, സാത്വികയുണ്ട്, ശിഖണ്ഡിയുണ്ട്. ഇവരെല്ലാം ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കളാണ്. അവരൊരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നവരല്ല. ശിഖണ്ഡി തീർച്ചയായിട്ടും ഭീഷ്മരെ കൊല്ലുന്നതായിരിക്കും. അങ്ങ് വിഷമിക്കാതിരിക്കുന്നത്. ഭഗവാന്റെ ഈ ആശ്വാസ വചനങ്ങൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന് വീണ്ടും ഒരു പ്രതീക്ഷയായി. ഭഗവാൻ ഒരിക്കലും അസത്യം പറയത്തില്ല എന്ന് യുധിഷ്ഠിരൻ അറിയായിരുന്നു. ഇതിൽ നിന്നൊരു കാര്യം യുധിഷ്ഠിരന് കൂടുതൽ വ്യക്തമായി, ഭഗവാൻ ആഗ്രഹിക്കുന്ന യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനി എന്തായാലും യുദ്ധം നടുക്ക് വെച്ച് നിർത്താൻ കഴിയില്ല, തുടർന്നേ പറ്റൂ. പിന്നെ പെട്ടെന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചു, ഞാനിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് നമ്മുടെ സൈന്യത്തിൻ്റെ ബലം, പ്രതീക്ഷകൾ നഷ്ടപ്പെടുമെന്നു. അതുകൊണ്ട് ദൃഷ്ടദ്യുമ്നെ നോക്കിയിട്ട് പറഞ്ഞു, വീരനായിക, നീയാണ് നമ്മുടെ സേനാപതി. എങ്ങനെയാണോ കാർത്തികേയൻ ദേവസൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ചത്, അതേപോലെ നീ നിൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉപയോഗിച്ച് കൗരവരെ വധിക്കണം. നീ പറയുന്ന പോലെ ഞാനും കേൾക്കാൻ തയ്യാറാണ്. എൻ്റെ സഹോദരങ്ങളെല്ലാ ക്ഷത്രിയരും. ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, പാർത്ഥ, ഞാൻ ദ്രോണരെ എന്തായാലും വധിക്കും. എനിക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. എനിക്ക് ആരെയും ഭയമില്ല. ഇത് കേട്ടിട്ട് എല്ലാവരും സന്തോഷിച്ചു. എല്ലാവർക്കും വീണ്ടും ഒരു ഉത്സാഹം വന്നു. യുധിഷ്ഠിരൻ പിന്നെ അടുത്ത ദിവസത്തെ യുദ്ധത്തിൻ്റെ നീതികളെക്കുറിച്ച്, രണനീതിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അവർ ക്രൗഞ്ച വ്യൂഹം, ഒരു കൊക്കിൻ്റെ ആകൃതിയിലുള്ളൊരു വ്യൂഹം തയ്യാറാക്കാം എന്നാണ് തീരുമാനിച്ചത്. സാക്ഷാൽ ബൃഹസ്പതി തന്നെ രചിച്ചൊരു വ്യൂഹമാണ്. അങ്ങനെ എല്ലാ യോദ്ധാക്കളെയും അവരവരുടെ നിർണായ സ്ഥാനത്തായിട്ട് വെച്ചിട്ട് നിർത്തി അതിനുള്ള തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങുകളും എല്ലാം ചെയ്തിട്ട് പാണ്ഡവരെല്ലാം വിശ്രമിക്കാൻ പോയി. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ ക്രൗഞ്ച വ്യൂഹത്തിനനുസരിച്ച് പാണ്ഡവരെല്ലാവരും അവരുടെ സ്ഥാനത്ത് നിൽക്കാൻ തുടങ്ങി. എല്ലാവിധ അധിരഥികളും പ്രധാന സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് ദുര്യോധനൻ ഭീഷ്മരോട് ഇതിന് മറുപടിയായിട്ടൊരു വ്യൂഹം തയ്യാറാക്കാൻ പറഞ്ഞു. അങ്ങനെ ഭീഷ്മർ ഇതിന് മറുപടിയായിട്ട് അതിശക്തമായിട്ടുള്ളൊരു വ്യൂഹം തയ്യാറാക്കി. അസംഖ്യം ശംഖുകളും ഊത്തുകളും വാദ്യ ഉപകരണങ്ങളും എല്ലാം വളരെ ശക്തമായിട്ട് വായിക്കപ്പെട്ടു. അങ്ങനെ ഇരു സൈനികരും യുദ്ധം ആരംഭിച്ചു. ഭീഷ്മർ വ്യൂഹത്തിൻ്റെ ഏറ്റവും നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. പ്രധാനപ്പെട്ട പാണ്ഡവ സേനാനായകന്മാരെ ഭീഷ്മർ ആക്രമിക്കാൻ തുടങ്ങി. ദൃഷ്ടദ്യുമ്നൻ, അഭിമന്യു, ഭീമൻ, അർജുനൻ ഇവർക്കെതിരെ ആക്രമണം ആരംഭിച്ചു. ഭീഷ്മരുടെ ശക്തമായിട്ടുള്ള ആക്രമണത്തിനെതിരെ പാണ്ഡവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ വിറയ്ക്കാൻ തുടങ്ങി. തേരാളികളും കുതിരപ്പടയാളികളും എല്ലാം ഒന്നിൻ്റെ പുറകെ വീഴാൻ തുടങ്ങി. ഭീഷ്മരുടെ ശക്തമായ അസ്ത്രങ്ങൾ അതിവേഗതയിൽ ആകാശത്തൂടെ ചീറിപ്പാഞ്ഞ്
അതും ഒരിക്കലും ഉന്നം തെറ്റാതെ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരുടെ ഈ ശക്തി കണ്ടിട്ട് എല്ലാവരും ഭയപ്പെട്ടു. എല്ലാവരും ഭീഷ്മർക്ക് ചുറ്റും അസംഖ്യ അസ്ത്രങ്ങൾ അയച്ചു. ഇതെല്ലാം കണ്ടിട്ട് അർജുന ദേഷ്യം വന്നു. അർജുൻ പറഞ്ഞു, ജനാർദ്ദന, ഭീഷ്മർ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പോകും. ഭീഷ്മരുടെ ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സൈന്യത്തെ മുഴുവൻ തീർക്കുന്ന മട്ടിലാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വധിച്ചേ പറ്റൂ. ഭഗവാൻ പറഞ്ഞു, സൂക്ഷിച്ച അർജുന, ഞാൻ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഭഗവാൻ അതിവേഗം അർജുനെ മുന്നോട്ട് നയിക്കുകയാണ്. അർജുനൻ തുടർച്ചയായിട്ട് എല്ലാ ദിശകളിലേക്കും അസ്ത്രം അയക്കുകയാണ്. അർജുൻ്റെ എതിരെ വരുന്നവരെ എല്ലാവരെയും കൊന്നു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സംഖ്യയിൽ കൗരവ യോദ്ധാക്കൾ വീണുകൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് അർജുൻ്റെ ഗാഠീവം വലിക്കുന്നതിൻ്റെ ആ ഞാണി ശബ്ദവും കൈയുറയിലൂടെ അസ്ത്രങ്ങൾ ഉരഞ്ഞു പോകുന്നതിൻ്റെ ശബ്ദവും ആ അസ്ത്രത്തിൻ്റെ ആ ചീറിപ്പായുന്ന ആ ശബ്ദവും തുടർച്ചയായിട്ട് എല്ലായിടത്തും കേൾക്കാൻ പറ്റുമായിരുന്നു. അസംഖ്യം അസ്ത്രങ്ങൾ പല പല ദിശകളിലേക്ക് അർജുൻ്റെ വില്ലിൽ നിന്നും പോകാൻ തുടങ്ങി. ഭീഷ്മർ കണ്ടു അർജുൻ വരുന്നതായിട്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള രഥം, വെളുത്ത കുതിരകളാൽ നയിക്കപ്പെടുന്ന ആ കപിധ്വജനായിട്ടുള്ള അർജുനെ കണ്ടു. അസംഖ്യം കൊടിയടയാളങ്ങളും ഉണ്ടായിട്ട് കണ്ടു. ഒട്ടും കാത്തു നിൽക്കാതെ ഭീഷ്മർ 80 അസ്ത്രങ്ങൾ അർജുനന് എതിരെ അയച്ചു. അതേസമയത്ത് ദുര്യോധനൻ 60 അസ്ത്രങ്ങളും അയച്ചു. കൃപാചാര്യൻ 50 അസ്ത്രം, ദ്രോണാചാര്യ 25. ഭീഷ്മരെ സഹായിക്കുന്ന പല പല യോദ്ധാക്കളും അവരെല്ലാവരുടെയും അസ്ത്രങ്ങൾ അർജുനെതിരെ അയച്ചു. എല്ലാ ദിശകളിൽ നിന്നും അസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു അർജുനൻ. പക്ഷെ അർജുൻ ഒട്ടും അനങ്ങിയില്ല. അർജുൻ തിരിച്ച് ഇവർക്കെതിരെ എല്ലാ അസ്ത്രങ്ങൾ അയച്ചു. ആ ഓരോ അസ്ത്രങ്ങളും ഓരോ യോദ്ധാക്കളെയും ശരീരം കുത്തി പുറത്തു വന്നു എന്നുള്ളതാണ്. സാത്വികി, വിരാടൻ, ദൃഷ്ടദ്യുമ്നൻ, ദ്രൗപദി പുത്രന്മാരും അർജുനെ സഹായിക്കാനായിട്ട് അവിടെ എത്തി. അവരെല്ലാവരും ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഓരോ ആൾക്കാരും ഓരോരോ യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്യായിരുന്നു. അപ്പോൾ ഭീഷ്മർ ഒറ്റയ്ക്കായി. ഉടനെ ദേഷ്യം വന്നിട്ട് ഭീഷ്മർ 80 അസ്ത്രങ്ങൾ വീണ്ടും അർജുനെതിരെ അയച്ചു. ആ അസ്ത്രങ്ങൾ കൊണ്ട് അർജുൻ നന്നായിട്ട് മുറിവേറ്റ് നിൽക്കുകയാണ്. അർജുൻ വളരെയധികം ബുദ്ധിമുട്ടി രഥത്തിൽ. ഇത് കണ്ടിട്ട് കൗരവരെല്ലാം സന്തോഷിച്ചു. ഉടനെ അർജുന് വീണ്ടും ദേഷ്യം വന്നു. എങ്ങനെയോ നിൽക്കാൻ ശ്രമിച്ചിട്ട് അതേ സമയത്ത് ഭഗവാൻ വീണ്ടും രഥം മുന്നോട്ട് നീക്കുകയാണ്. നല്ല മൂർച്ചയേറിയ അസ്ത്രങ്ങൾ വീണ്ടും അർജുൻ അയക്കാൻ തുടങ്ങി. തുടർച്ചയായിട്ടുള്ള അസ്ത്രങ്ങളേറ്റ് ഒരുപാട് കൗരവ യോദ്ധാക്കൾ വീഴാൻ തുടങ്ങി. അവരുടെ കവചങ്ങളൊക്കെ കീറി തുണ്ടം തുണ്ടമായി. അവരുടെ വില്ലുകളെല്ലാം ഒടിയാൻ തുടങ്ങി. ആയിരക്കണക്കിന് യോദ്ധാക്കളെ നിമിഷങ്ങൾക്കകം അർജുൻ വീഴ്ത്താൻ തുടങ്ങി. ദുര്യോധനൻ ഉടൻ തന്നെ ഭീഷ്മരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ ആ പാണ്ഡവൻ എങ്ങനെയാണ് നമ്മുടെ ഈ കൊയ്ത്ത് കാലത്ത് കൃഷിക്കാർ കൊയ്തെടുക്കുന്നത് പോലെ നമ്മുടെ ആ യോദ്ധാക്കളെ എല്ലാം കൊല്ലുന്നത് കണ്ടില്ലേ? ഇത് അങ്ങേക്ക് എങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും? അങ്ങ് യുദ്ധം ചെയ്യുന്നു എന്നതിൻ്റെ പേരിലാണ് കർണൻ യുദ്ധം ചെയ്യാത്തത്. പക്ഷേ അർജുൻ്റെ വരവ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ നമ്മുടെ സൈന്യം തീരുമെന്ന്. അവിടെ എത്രയും പെട്ടെന്ന് ഗംഗാപുത്ര എന്തെങ്കിലും ചെയ്യാം. ഭീഷ്മർക്ക് വലിയ ദേഷ്യം വന്നു ദുര്യോധൻ്റെ ഈ വാക്കുകൾ. എന്നിട്ട് ഭീഷ്മർ ദേഷ്യത്തോടു കൂടി അർജുൻ്റെ അടുത്തേക്ക് പോയി. അർജുനുമായിട്ട് യുദ്ധം ചെയ്യാൻ ഭീഷ്മർക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ അത് അകറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെ ഭീഷ്മർ അർജുൻ്റെ നേരെ പോയപ്പോൾ കൗരവരെല്ലാവരും ശംഖൂതി ആഹ്ലാദിച്ചു. ദുര്യോധൻ, അശ്വത്ഥാമ, ദുശാസനും ഭീഷ്മരെ സഹായിക്കാനായിട്ട് കൂട്ടത്തിൽ പോവുകയാണ്. അങ്ങനെ ഈ 2 അധിരഥികളും ഭീഷ്മരും അർജുനും വളരെ ഭീകര യുദ്ധം തുടങ്ങി. 2 പേരും ആദ്യം 10 അസ്ത്രങ്ങൾ, പിന്നെ 100, പിന്നെ 1000 അസ്ത്രങ്ങൾ ഇങ്ങനെ വെച്ച് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അർജുൻ്റെ തുടർച്ചയായിട്ടുള്ള അസ്ത്രമേറി കാരണം
ഭീഷ്മരെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഭീഷ്മർ അസ്ത്രങ്ങളുടെ ഒരു വലയിൽ പെട്ട് കിടക്കുന്ന പോലെ തോന്നി. പക്ഷേ ഭീഷ്മർ അധികം താമസിക്കാതെ ആ ഓരോ അസ്ത്രങ്ങൾക്കും മറുപടി കൊടുത്തു എന്നുള്ളത്. രണ്ടുപേർക്കും അന്യോന്യം എതിരാളികളുടെ ആ ബലത്തെക്കുറിച്ച് വലിയ മതിപ്പായി. പക്ഷെ ആർക്കും എതിരാളിക്ക് എതിരെ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഭീഷ്മര് 3 അസ്ത്രം ഭഗവാന്റെ നെഞ്ചത്തേക്ക് അയച്ചു. ഭഗവാന്റെ നെഞ്ച് പിളർന്ന് മുറിവേറ്റ് ഭഗവാന്റെ ദേഹത്തിൽ നിന്നും രക്തം വീഴാൻ തുടങ്ങി. എന്നിട്ടും ഭഗവാൻ അതിവിദഗ്ധമായിട്ട് രഥത്തെ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ അവസാനം രഥത്തിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് തുടർച്ചയായിട്ട് കറങ്ങാൻ തുടങ്ങി. രഥം കൊണ്ട് ചുറ്റും കറങ്ങാൻ തുടങ്ങി. അതായത് ഭീഷ്മർക്ക് ഭഗവാനെ കാണാൻ പോലും പറ്റാത്ത അത്രയും വേഗത്തിൽ ഭീഷ്മരുടെ ചുറ്റും ഭഗവാൻ കറങ്ങാൻ തുടങ്ങി. ഭീഷ്മർക്ക് ഭഗവാന് നേരെ അർജുനെതിരെ ശരിയായിട്ട് ഉന്നം പിടിക്കാൻ പോലും പറ്റിയില്ല. അതേ സമയത്ത് ഭീഷ്മർ രഥത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അർജുനെതിരെ ഉന്നം പിടിക്കാനായിട്ട് കറങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഭഗവാന്റെ വേഗത അതിവേഗമായതുകൊണ്ട് ഭീഷ്മർക്ക് കറക്റ്റായിട്ട് ഉന്നം പിടിക്കാൻ പറ്റിയില്ല. ഈ രഥത്തിൻ്റെ വേഗത കാരണം ഭൂമി കുലുങ്ങാൻ തുടങ്ങി. ഭൂമി 2ആയിട്ട് പിളർക്കുമെന്നൊരവസ്ഥയിൽ വരെത്തി. ഇത് കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി. 2 എതിരാളികളും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് വിദഗ്ധമായിട്ടായിരുന്നു ഭീഷ്മർ അസ്ത്രം അയക്കുന്നത്, അർജുൻ യുദ്ധം ചെയ്യുന്നത്, ഭഗവാൻ രഥമിട്ട് കറക്കുന്നത്. മിക്ക പ്രാവശ്യവും 2 പേരെയും കാണാൻ കഴിയത്തില്ലായിരുന്നു. കാരണം 2 പേരും അസ്ത്രങ്ങളാൽ മൂടി നിൽക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദേവന്മാർ പറഞ്ഞു, ഈ 2 പേരെയും ഭൂമിയിലോ സ്വർഗലോകത്ത് നിന്നോ ആർക്ക് പോലും തോൽപ്പിക്കാൻ കഴിയില്ല. ഈ ഒരു യുദ്ധത്തിനൊരു അവസാനമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഭീഷ്മരും അർജുനും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 സൈനികരും അതേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിഭീകരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ്രോണരും ദൃഷ്ടദ്യുമ്നനും 2 സിംഹങ്ങൾ തമ്മി അടികൂടുന്നത് പോലെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവും ശിഷ്യരുമാണ് ദ്രോണരും ദൃഷ്ടദ്യുമ്നനും. അർജുനും ഭീഷ്മരും തമ്മിലുള്ള യുദ്ധം പോലെ തന്നെയായിരുന്നു ദ്രോണരും ദൃഷ്ടദ്യുമ്നനും. 2 പേരും അവരവരുടെ എതിരാളികളുടെ കവചങ്ങളെ തകർത്തു. 2 പേരും ഹിമാലയ പർവ്വതങ്ങളെ പോലെ കൂട്ടിമുട്ടുകയായിരുന്നു. ദൃഷ്ടദ്യുമ്നൻ തന്നെയാണ് ദ്രോണരുടെ അന്തകൻ. അതുകൊണ്ട് ദ്രോണരെ കൊല്ലാനായിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ദ്രോണരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുക, ഒരു അലക്ഷ്യമായിട്ടൊരു നോട്ടം, ഉടൻ തന്നെ അസ്ത്രം അയക്കാമെന്നുള്ള രീതിയിലായിരുന്നു. ഒന്ന് കണ്ണ് തെറ്റുകയാണെങ്കിൽ കൊല്ലാം എന്നുള്ള രീതിയിൽ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ദ്രോണരുടെ ഭാഗത്തുനിന്ന് ഒരു അശ്രദ്ധ പോലും വന്നില്ല. അങ്ങനെ തുടർച്ചയായിട്ട് വളരെ ശക്തമായിട്ട് 2 പേരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു സമയം എത്തിയപ്പോൾ ദൃഷ്ടദ്യുമ്നന് നല്ലൊരു അവസരം കിട്ടി. ഉടൻ തന്നെ സ്വർണവും വൈഡൂര്യ രത്നം പതിപ്പിച്ച ഒരു നല്ല നീളമുള്ള ഒരു കുന്തം എടുത്തു. മിന്നൽ വേഗതയിൽ ദ്രോണർക്കെതിരെ ഒറ്റയെറി. പക്ഷേ അത് എറിഞ്ഞ ആ നിമിഷം തന്നെ ദ്രോണർ അതിമൂർച്ചയേറിയ 3 അസ്ത്രങ്ങൾ കൊണ്ട് അത് വായിലൂടെ വരുന്ന സമയത്ത് തന്നെ അതിനെ തുണ്ടം തുണ്ടമാക്കി. ഇതിൽ ക്രുദ്ധനായ ദൃഷ്ടദ്യുമ്നൻ മഴ പെയ്യുന്നത് പോലെ അസ്ത്രങ്ങൾ അയച്ചു ദ്രോണർക്ക് നേരെ. പക്ഷേ അതെല്ലാം ദ്രോണാചാര്യർ തടഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം ദ്രോണാചാര്യർ ദൃഷ്ടദ്യുമ്നന്റെ 4 കുതിരകളെയും കൊന്നു, രഥത്തെയും ഛന്നം ഭിന്നമാക്കി. ഉടൻ തന്നെ ദൃഷ്ടദ്യുമ്നൻ വലിയൊരു ഗദയെടുത്ത് ചാടി തകർന്ന രഥത്തിൽ നിന്ന് ചാടി. ഉടൻ തന്നെ ദ്രോണാചാര്യർ കുറേ അസ്ത്രങ്ങൾ കൊണ്ട് ആ ഗദയെ
പൊടിച്ചു എന്നുള്ളതാണ്. ഉടൻ തന്നെ ദൃഷ്ടദ്യുമ്നൻ വലിയൊരു വാളെടുത്തു, പരിചയം എടുത്ത് ദ്രോണർക്കെതിരെ ചാടി മുന്നോട്ട് വരികയാണ്. ഒരു സിംഹം എങ്ങനെയാണ് ആനയ്ക്കെതിരെ ഓടി വരുന്നത് അതേപോലെ. ഉടൻ തന്നെ ദ്രോണാചാര്യർ കുറെ അസ്ത്രങ്ങൾ കൊണ്ട് ദൃഷ്ടദ്യുമ്നനെ തടയുകയാണ്. അങ്ങനെ ദൃഷ്ടദ്യുമ്നന് മുന്നോട്ട് പോകാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വരികയായിരുന്നു. ഭീമൻ ഇത് കണ്ടു. ഭീമൻ ഓടി വന്ന് ദൃഷ്ടദ്യുമ്നനെ ഭീമന്റെ രഥത്തിലേക്ക് പിടിച്ചു കയറ്റുകയാണ്. അതിനുശേഷം ദൃഷ്ടദ്യുമ്നൻ പുതിയൊരു രഥത്തിലേക്ക് ചാടി കയറുകയാണ്. എന്നിട്ട് വീണ്ടും ദ്രോണാചാര്യരുമായിട്ട് യുദ്ധം ചെയ്യാൻ വരികയാണ്. ഇതേ സമയത്ത് ഭീമൻ കളിംഗ രാജ്യത്തിൽ നിന്നുള്ള രാജാവ് കേതുമത്തിൻ്റെ വലിയ ഒരു സൈന്യക്കൂട്ടമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. കേതുമത്തിനെ സഹായിക്കാനായിട്ട് ശ്രുതായുഷ് എന്ന് പറയുന്ന ഒരു യോദ്ധാവും ഉണ്ടായിരുന്നു. ശ്രുതായുഷിനോട് തൊട്ടു പുറയിൽ തന്നെ ആയിരക്കണക്കിന് നിഷാദ യോദ്ധാക്കളുണ്ടായിരുന്നു. ഈ എല്ലാ സൈനികരും കൂടെ ഭീമനെ ചുറ്റു വളഞ്ഞു എന്നുള്ളതാണ്. ചുറ്റും ആനകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, രഥങ്ങളെ കൊണ്ടും കുതിരപ്പടയാളികളെ കൊണ്ടും. ഭീമൻ ഒറ്റയ്ക്ക് നടക്കും. ഭീമൻ അട്ടഹസിച്ചു ചിരിച്ചു. എന്നിട്ട് എല്ലാ ദിശകളിലേക്കും അസ്ത്രം അയക്കാൻ തുടങ്ങി. ഭീമന്റെ ശക്തമായിട്ടുള്ള വില്ലിൽ നിന്ന് വരുന്ന അസ്ത്രങ്ങൾ അവിടെ ഇരിക്കുന്ന എല്ലാ യോദ്ധാക്കളുടെയും ശരീരം തുളച്ചു കയറി എന്നുള്ളതാണ്, കുതിരകളുടെ ഉള്ളിലൂടെ. പക്ഷേ കളിംഗ രാജ്യത്തിലെയും നിഷാദ യോദ്ധാക്കളും അവർ നിർഭയരായിരുന്നു. പല പാണ്ഡവ യോദ്ധാക്കളും ഭീമനെ സഹായിക്കാനായിട്ട് വന്നു. മത്സ്യരാജ്യത്തിലുള്ള യോദ്ധാക്കൾ, ചെയ്തി രാജ്യത്തിലെ യോദ്ധാക്കൾ, കരുഷ രാജ്യത്തിലെ യോദ്ധാക്കൾ, അവരെല്ലാവരും കൂടെ ഒരു കൂട്ടമായിട്ട് ഈ യോദ്ധാക്കൾക്കെതിരെ യുദ്ധം ചെയ്തു. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ളൊരു യുദ്ധം നടക്കുകയായിരുന്നു. ആയുധങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകൾ, യോദ്ധാക്കളുടെ അലർച്ച, മൃഗങ്ങളുടെ അലർച്ച, ഇതെല്ലാം എല്ലാവരുടെയും ചെവി പൊട്ടിക്കുന്ന രീതിയിലായിരുന്നു. ചെവിക്കല്ല് പൊട്ടിക്കുന്ന രീതിയിലുള്ള ശബ്ദമായിരുന്നു. അവർ ഒഴിഞ്ഞു മാറുകയും വെട്ടുകയും അങ്ങനെ ആ ഒരു യുദ്ധക്കളം വളരെ ഭീകരമായിരുന്നു. മനുഷ്യരുടെ മാംസങ്ങളും ആന്തരിക അവയവങ്ങളും രക്തവും ഒക്കെ അവിടെ ഇങ്ങനെ ചിന്നിച്ചതറി കിടക്കുകയായിരുന്നു. മനുഷ്യരാരാണ്, ശവങ്ങൾ ഏതാണ്, ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ശവങ്ങളെല്ലാം കൂടി. അവിടെ ബന്ധുക്കൾ, ശത്രുക്കൾ ആരും ഒന്നും തമ്മി തിരിച്ചറിയാൻ പറ്റാതെയായി. പിന്നെ ക്രമേണ നിഷാദ യോദ്ധാക്കൾ രാക്ഷസന്മാരെ പോലെ യുദ്ധം ചെയ്യായിരുന്നു. അവരുടെ ആ പരാക്രമം കാരണം ചെയ്തി രാജ്യത്തിലെ, മത്സ്യരാജ്യത്തിലെ യോദ്ധാക്കൾ പിന്മാറി. അവസാനം ഭീമൻ വീണ്ടും ഒറ്റയ്ക്കായി രഥത്തിൽ. ഇപ്പോഴും ആയിരക്കണക്കിന് യോദ്ധാക്കൾ ചുറ്റുമുണ്ടെന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും ഭീമൻ അവിടെ നിന്ന് അനങ്ങിയില്ലെന്നുള്ളതാണ്. ഭീമൻ നോക്കിയപ്പോൾ ചുറ്റുമുള്ള കളിംഗദേശത്തിലെ യോദ്ധാക്കൾ അസ്ത്രങ്ങളെ കൊണ്ട് ഭീമനെ മൂടി എന്നുള്ളതാണ്. എന്നിട്ട് നല്ല അലറിക്കൊണ്ട് അവർ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ അസ്ത്രങ്ങൾ അയച്ചു. ഇതേ സമയത്ത് കേതുമത്തും അദ്ദേഹത്തിൻ്റെ മകൻ ശക്രദേവനും ഭീമനെതിരെ ചാടി ഓടി വരികയാണ്, അസംഖ്യ അസ്ത്രങ്ങളെ അയച്ചുകൊണ്ട്. ഗർജിച്ചുകൊണ്ട് ഭീമൻ വില്ലുകൊണ്ട് തന്നെ എല്ലാ അസ്ത്രങ്ങളെയും തടുക്കുകയാണ്. ശക്രദേവൻ തുടർച്ചയായിട്ട് അസ്ത്രങ്ങളെ അയച്ചുകൊണ്ട് ഭീമൻ്റെ കുതിരകളെ എല്ലാവരെയും കൊന്നു. രഥത്തിൽ നിന്നുകൊണ്ട് ഭീമൻ ശക്രദേവൻ്റെ ആക്രമണത്തെ തടയുകയാണ്. ഇനി ഭീമൻ ഒരു ഇരുമ്പിൻ്റെ ഗദയെടുത്ത് പൊക്കുകയാണ്. അത് ശക്തമായിട്ട് ഭീമൻ ആഞ്ഞെറിയുകയാണ്. ആ ഗദ ആകാശത്തൂടെ പറന്ന് ശക്രദേവൻ്റെ നെഞ്ചത്ത് ചെന്ന് ഇടിക്കുകയാണ്. ഉടൻ തന്നെ ശക്രദേവൻ മരിച്ചു വീണുകയാണ്.
അതിനോടൊപ്പം അവൻ്റെ രഥവും എല്ലാം തകർന്ന് അവൻ ദൂരെ പോയി വീഴുകയാണ്. മകൻ ശക്രവത് മരിച്ചു എന്ന് കണ്ടപ്പോൾ, ശക്രദേവൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ കേതുമത്തിന് വലിയ ദേഷ്യമായി. കേതുമത്ത് അവൻ്റെ സൈനികരുമായിട്ട് ഭീമനെതിരെ ചാടി വീഴുകയാണ്. ഉടൻ തന്നെ ഭീമൻ വലിയൊരു വാളെടുത്ത് ഒരു പരിചയം പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. രഥത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കേതുമത്തിനെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. കേതുമത്ത് ഉടൻ തന്നെ വിഷം പുരട്ടിയ ഒരു കുന്തം ഭീമനെതിരെ എറിയുകയാണെന്നുള്ള. ഭീമൻ കയ്യിലിരിക്കുന്ന വാൾ കൊണ്ട് ആ കുന്തത്തെ തുണ്ടം തുണ്ടമാക്കുകയാണ്. എന്നിട്ട് ഭീമൻ അലറിക്കൊണ്ടിരിക്കുകയാണ്, ഉത്സാഹത്തോട് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അലർച്ച കേട്ടിട്ട് എല്ലാവർക്കും ഭയം തോന്നി എന്നുള്ള. കേതുമത്തിന് കൂടുതൽ ദേഷ്യമായി. ഉടൻ തന്നെ ഒരു 14 അസ്ത്രങ്ങൾ ഭീമനെതിരെ എറിയുകയാണ്. അതെല്ലാം മൂർച്ചയേറിയ കല്ലുകൾ അതിൻ്റെ അറ്റത്ത് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഭീമൻ സ്വന്തം വാളുകൊണ്ട് തുണ്ടം തുണ്ടമാക്കുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി. കേതുമത്തിൻ്റെ സഹോദരനായ ഭാനുമത് വലിയൊരു ആനപ്പുറത്തിരിക്കുകയായിരുന്നു. അവ ആനയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഭീമനെ ചവിട്ടി അരയ്ക്കാനായിട്ട്. എന്നിട്ട് ഭാനുമത് നല്ല അലറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭാനുമത്തിൻ്റെ അലർച്ച ഭീമൻ അസഹനീയമായിട്ട് തോന്നി. അതുകൊണ്ട് ഭീമൻ അതീന്ന് ഉറക്കെ അലറാൻ തുടങ്ങി. ആ അലർച്ച കേട്ടിട്ട് അവിടെ നിൽക്കുന്ന മൃഗങ്ങളും യോദ്ധാക്കളും എല്ലാം ഭയന്ന് ഓടാൻ തുടങ്ങി എന്നുള്ളതാണ്. ചിലവർക്ക് അനങ്ങാൻ പോലും പറ്റാതെ സ്തംഭിച്ചു പോയി എന്നുള്ള. ഭീമൻ ആ സമയം കൊണ്ട് ഭാനുമത്തിന് നേരെ ഓടുകയാണെന്നല്ല. എന്നിട്ട് ചാടി ആ ആനപ്പുറത്ത് കയറി എന്നിട്ട് വാളെടുത്തിട്ട് ഭാനുമത്തിനെ 2 കഷ്ണമാക്കി എന്നുള്ളത്. അതായത് തലയുടെ അവിടുന്ന് ഒറ്റ വെട്ട് 2 തുണ്ടമായി, ഒരു ഭാഗം ഇങ്ങോട്ട് വീണു, ഒരു ഭാഗം ഇങ്ങോട്ട് വീണു എന്നുള്ളതാണ്. ഭാനുമത്തിനെ 2 തുണ്ടമാക്കി എന്നുള്ളതാണ്. അതിനുശേഷം ഭീമൻ ആനപ്പുറത്തുനിന്ന് ചാടി താഴോട്ട് ഇറങ്ങി എന്നിട്ട് ആനയുടെ തുമ്പിക്കൈ ഒറ്റ വെട്ടിന് വെട്ടുകയാണെന്നുള്ളത്. ഇടി വെട്ടിയിട്ട് വീഴുന്നത് പോലെ ആന അവിടെ ബോധം കെട്ട് വീഴുകയാണ്. എന്നിട്ട് ഭീമൻ അവിടെ നിന്ന് ചാടുകയാണ്. വീണ്ടും ഭീമൻ ഗർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വായുപുത്രൻ്റെ ഈ സാഹസികത കണ്ടിട്ട് എല്ലാവർക്കും തോന്നി ഇത് ഒരു മനുഷ്യനല്ല, ഒരു ഭീകരനാണെന്ന് മനസ്സിലാക്കി ഇവരെല്ലാവരും അവിടെ നിന്ന് ഓടുകയാണ്. ഭീമൻ ഒരു വലിയൊരു തീഗോളം പോലെ യുദ്ധകളത്തിൽ ചാടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭീമൻ പോകുന്നിടത്തെല്ലാം ശവങ്ങളെല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. തലകളും കൈകളും കാലുകളും എല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവർ കുതിരപ്പുറത്തായിരുന്നെങ്കിൽ ആ കുതിരകളുടെ തലകളും കൈകളും കാലുകളും പിന്നെ ആനകളുടെ തുമ്പിക്കൈകളും എല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ഒരു പരുന്തിൻ്റെ വേഗതയിലായിരുന്നു ഭീമൻ ചാടി പൊയ്ക്കൊണ്ടിരുന്നത്. ഭീമനെതിരെ വരുന്ന എല്ലാവരും മരിച്ചു വീഴുമായിരുന്നു. എല്ലാവർക്കും തോന്നി സാക്ഷാൽ യമരാജൻ തന്നെയാണോ ഈ പ്രളയം, പ്രപഞ്ചം, ലോക അവസാന കാലത്ത് യമരാജൻ വരുന്ന പോലെയാണെന്ന് എല്ലാവർക്കും തോന്നിയിരുന്നത്. കൗരവപക്ഷത്തിലുള്ള എല്ലാവരും ഭയപ്പെട്ടു. അവരെല്ലാവരും എല്ലാ ദിശകളിലേക്കും ഭയത്താൽ ഓടിപ്പോയി. ഇവിടെ പറയുന്നു ഭീമന്റെ ഓട്ടം, ഭീമന്റെ ചലനങ്ങൾ പല പല രീതിയിലായിരുന്നു. അതായത് ഭീമൻ ചുറ്റുമിങ്ങനെ കറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓടുന്നതിൻ്റെ ഇടയിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ചിലപ്പോൾ മുന്നോട്ട് ചാടും, പുറമോട്ട് ചാടും, ചിലപ്പോൾ നേരെ ചാടും, ചിലപ്പോൾ ഇടത്തോട്ട് ചാടും, വലത്തോട്ട് ചാടും. അന്നേരം വലിയ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇടതും വലതും മുന്നോട്ടും പുറമോട്ടും എല്ലാം ചാടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാണുന്നവർക്കെല്ലാം തോന്നി
ഭീമൻ എന്തോ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കണം, ഇവരോട് ഞാൻ പറഞ്ഞതാ ഇപ്പോഴൊന്നും ചെയ്യേണ്ടെന്ന്. എന്താ ചെയ്യാനാ? കുറച്ച് ജോലിക്കാരാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പം ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ അവർ ചെയ്യും, എപ്പം ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പം ചെയ്യത്തുമില്ല. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ മുതൽ ഇത്രയും നേരം അവർക്ക് ചെയ്യേണ്ടത് ഇപ്പം തന്നെ ഞാൻ ചെയ്തു. ഇനി കുഴപ്പമില്ല. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, ഭീമനാണെങ്കിൽ വളരെ ശക്തമായിട്ട് ഇങ്ങനെ ഓടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങുന്നതിൻ്റെ ഇടയിൽ ഭീമൻ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇടത്തോട്ട് ചാടുന്നു, വലത്തോട്ട് ചാടുന്നു. അതായത് ഇങ്ങനെ ഓടിക്കറങ്ങുന്നതിൻ്റെ ഇടയിൽ സ്വയം കറങ്ങുന്നു. എന്നിട്ട് ഇടത്തോട്ടും ചാടുന്നു, വലത്തോട്ടും ചാടുന്നു, മുന്നോട്ടും ചാടുന്നു, പുറമോട്ടും ചാടുന്നു, മുകളിലോട്ടും ചാടുന്നു. എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു നർത്തകൻ നൃത്തം ചെയ്യുന്ന പോലെ തോന്നി. എന്നിട്ട് കയ്യിൽ ചുമ്മാ ചാടുകയല്ല, കയ്യിൽ വാളും വെച്ചാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം അതിൻ്റെ പരിണാമം എന്തായി? ആ വാളും കൊണ്ടാണ് ഇങ്ങനെ കറങ്ങുന്നതും ചാടുന്നതും ഒക്കെ. അതുകൊണ്ട് അവിടെ ഭീമൻ പോകുന്നിടത്ത് എല്ലാ ശവങ്ങളും ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഭയം കൊണ്ട് എല്ലാ യോദ്ധാക്കളും ഓടാൻ തുടങ്ങി. നൂറുകണക്കിന് ആനകൾ അലറിക്കൊണ്ട് ഓടാൻ തുടങ്ങി. ഇനി ആരെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ആനകളെല്ലാം അവിടെ ചത്തു വീഴുന്നുള്ളതാണ്. അങ്ങനെ മുന്നും പിന്നും നോക്കാതെ കളിംഗ രാജ്യത്തിലെ ആൾക്കാരും നിഷാദ രാജ്യത്തിലെ നിഷാദന്മാരായിട്ടുള്ള യോദ്ധാക്കളെല്ലാം മരിച്ചു വീഴാൻ തുടങ്ങി. അവരുടെ എല്ലാം അറ്റുവീണ കൈകൾ, കാലുകൾ, തകർന്നു പോയ കവചങ്ങൾ, ആയുധങ്ങൾ, ഇതെല്ലാം അവിടെ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അവരുടെ കുന്തങ്ങളും വില്ലുകളും എല്ലാം അവിടെ എവിടെയും തുണ്ടം തുണ്ടമായിട്ടിരിക്കുകയാണല്ലോ. അതുകൂടാതെ ആനപ്പുറത്ത് മനുഷ്യർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ആ ആസനങ്ങളൊക്കെ തുണ്ടം തുണ്ടമായിട്ട് അവിടെ ഇവിടെ വെതറിക്കിടക്കുന്നു. സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അവരുടെ ആസനങ്ങളൊക്കെ പല പല യോദ്ധാക്കളുടെയും തലകളും കൈകളും കാലുകളും ഒക്കെ വീണ്ടും വീണ്ടും അവിടെ ഇവിടെ എല്ലാം കുന്നുകൂടി കിടക്കുന്നു. അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളുമൊക്കെ. ഭീമനെ തടയാൻ ആർക്കും കഴിയുന്നില്ല. ഭീമൻ നിൽക്കുന്ന സ്ഥലത്തിലെ മണ്ണെല്ലാം കുഴഞ്ഞു. എന്തുകൊണ്ട്? രക്തം കൊണ്ടും മാംസപേശികളും കൊണ്ട്, ഓരോ മരിച്ചു വീണ ആൾക്കാരുടെ മാംസപേശികളും രക്തങ്ങളും ആ മണ്ണും കൂടെ കൂട്ടിക്കുഴഞ്ഞ് ചെളിയായെന്നുള്ളതാണ്. ഇതെല്ലാം കണ്ടിട്ട് യോദ്ധാക്കളെ രക്ഷിക്കാനായിട്ട് ശ്രുതായുഷൻ ഓടി രഥത്തിൽ വന്നു ഭീമനെ വെല്ലുവിളിക്കാം. എന്നിട്ട് ഒരു 100 കണക്കിന് അസ്ത്രങ്ങൾ ഭീമനെതിരെ അയക്കുകയാണ്. അങ്ങനെ ആ അസ്ത്രങ്ങൾ കൊണ്ടപ്പോൾ ഭീമന് കൂടുതൽ ദേഷ്യം വന്നു. മദം പൊട്ടി ആനയെ ആരെങ്കിലും തളയ്ക്കാൻ നോക്കുമ്പോൾ ആനയ്ക്ക് എങ്ങനെയാണ് കൂടുതൽ ദേഷ്യം വന്നത്, അതേപോലെ ഉടൻ തന്നെ ഭീമന്റെ അടുത്ത് വിശോകൻ, ഭീമന്റെ സാരഥിയാണ്, പുതിയൊരു രഥമായിട്ട് അവിടെ വന്നു. ഭീമൻ ചാടി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ശ്രുതായുഷനോട് പറയും, നീ അവിടെ നിൽക്കടാ, നിന്നെ ഇപ്പം ഞാൻ തീർക്കാടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ സമയത്ത് ശ്രുതായുഷൻ തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഭീമൻ പറഞ്ഞു, നീ അവിടെ നിൽക്കി, ഇപ്പം ഞാൻ നിന്നെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഭീമൻ വില്ലെടുത്തു. എന്നിട്ട് 9 അസ്ത്രങ്ങൾ അയച്ചു. ആ 9 അസ്ത്രങ്ങൾ ആ ശ്രുതായുഷനെതിരെ അയച്ചു. അതിലെ 3 അസ്ത്രങ്ങൾ ഇടി വെട്ടുന്ന പോലെയായിരുന്നു ശ്രുതായുഷൻ്റെ ശരീരത്തിനകത്ത് തുളച്ചു കയറിയത്. ഉടൻ തന്നെ ശ്രുതായുഷൻ മരിച്ചു വീഴുകയാണ്. ഉടൻ തന്നെ ഭീമൻ കേതുമത്തിനെ നോക്കി. കേതുമത്തിനെതിരെയും തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയച്ചു. അതോടുകൂടി കേതുമത്തും വീണുന്നുള്ളതാണ്. അതിനുശേഷം ബാക്കിയുള്ള കളിംഗ രാജ്യത്തിലെ യോദ്ധാക്കൾ ഭീമന് ചുറ്റും ലക്ഷക്കണക്കിന് കളിംഗ രാജ്യത്തിലെ യോദ്ധാക്കൾ ഒത്തുകൂടി നിൽക്കുകയായിരുന്നു. അവരെല്ലാം ഒരേ സമയത്ത് അവരുടെ കയ്യിരിക്കുന്ന ആയുധങ്ങളെല്ലാം കൂടെ എടുത്ത് ഭീമനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്.
ഭീമൻ അവരുടെ ആയുധങ്ങളെ എല്ലാം തടഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് ഒരു ഗദയെടുത്തു, വീണ്ടും രഥത്തിൽ നിന്ന് എടുത്ത് ചാടി വീണ്ടും നടന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഭീമൻ്റെ കൈവീശി ഒരു അടി ഗദയും കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ മരിച്ചു തന്നെ. ഭീമൻ്റെ വേഗത ആർക്കും ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം വേഗതയാണ്. ആർക്കും ഭീമനെ തൊടാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഭീമൻ പോകുന്ന വഴിയിലുള്ള എല്ലാ ശത്രുക്കളും ചത്തു വീഴാൻ തുടങ്ങി. ഒന്നുകിൽ അവർ വീണു, അല്ലെങ്കിൽ ഓടി. പല ആൾക്കാരും ഓടുന്ന കണ്ടിട്ട് ഭീമൻ ശംഖ് ഊതുകയായിരുന്നു. ആ ശബ്ദവും കൂടെ കേട്ടിട്ട് കൗരവപക്ഷത്തിലെ സൈനികർ കൂടുതൽ ഭയപ്പെടാൻ തുടങ്ങി. അവർ കൂടുതൽ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി. അങ്ങനെ കളിംഗ സൈനികരുടെ കൂട്ടത്തിലൂടെ ഭീമ ഇങ്ങനെ ചാടി ചാടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാവരുടെയും ബോധം നഷ്ടപ്പെട്ടു പോയി. വലിയൊരു തിമിംഗലം സമുദ്രത്തിൽ അർമ്മതിച്ച് നീന്തുന്നത് പോലെ ഭീമൻ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം. അങ്ങനെ നിമിഷങ്ങൾക്കകം ആ കളിംഗ രാജ്യത്തിലെയും നിഷാദ രാജ്യത്തിലെയും സമ്പൂർണ്ണ യോദ്ധാക്കളെയും, ലക്ഷക്കണക്കിന് വരുന്ന യോദ്ധാക്കളെയും തുടച്ചു നീക്കി ഭീമൻ ഒറ്റയ്ക്ക്. ഒരുവിധം അവരുടെ സേനാനായകന്മാർ ബാക്കിയുള്ള യോദ്ധാക്കളെല്ലാം പിടിച്ചു നിർത്തുകയാണ്. അവരെ വീണ്ടും യുദ്ധത്തിനായിട്ട് കൊണ്ടുവന്നു. ഭീമൻ വീണ്ടും രഥത്തിൽ ചാടിക്കയറി. ആ സമയത്ത് കളിംഗ സൈനികരെ സഹായിക്കാനായിട്ട് പല ആൾക്കാരും വന്നു. ആ സമയത്ത് ദൃഷ്ടദ്യുമ്നനും ഭീമനെ സഹായിക്കാൻ വന്നു, കൂട്ടത്തിൽ പല പാണ്ഡവ യോദ്ധാക്കളും. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. അങ്ങനെ യുദ്ധം അവസാനിച്ചു. ആ സമയത്ത് ഒരു കൂട്ടം ചെന്നായ്ക്കളും കഴുകന്മാരും ഒക്കെ വലിയ ആഹ്ലാദത്തോടു കൂടി ഓരോരോ യോദ്ധാക്കളുടെയും ശവങ്ങൾ കടിച്ചു കീറുകയാണ്. അങ്ങനെ ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത 3-ാമത്തെ ദിവസം യുദ്ധത്തിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് ലൈവ് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതെല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കമൻസിലിടുക. ഇങ്ങനെ റെക്കോർഡിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കമൻസിലിടുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.